പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. നമുക്ക് കാണാം. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ ആൾക്കാരുടെയൊക്കെ റിയാക്ഷൻ, അതായത് എക്സ് കണ്ടസ്റ്റൻസ് അവിടെ പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ രീതിക്ക് അനുവിനെ നെഗറ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി സ്വന്തമായിട്ട് ചമ്മിപ്പോയ കുറച്ച് ആൾക്കാരുടെ കുറച്ച് റിയാക്ഷൻസ് വീഡിയോ ഒക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ RJ ബിൻസിയുടെയാണ്. ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ബിക്കോസ് പുള്ളിക്കാർക്ക് ഇനി പറയാനൊന്നും ഇല്ല, ഓൾറെഡി സ്പേസിലെത്തി. ഇനി അവിടെ നിന്നുകൊണ്ട് ഇനി എന്തോ പറയാനോ. അനുമോളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അനുമോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല, അതിപ്പം ഷോ അല്ലേ. അനുമോൾക്ക് കപ്പെടുത്തതിൽ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ചേച്ചി കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് കരച്ചിൽ സഹിക്കുന്നില്ല ഗൈസ്. എന്താണ് അത് അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത് ശൈത്യയെക്കുറിച്ചാണ്. പക്ഷേ ശൈത്യയുടെ ഒരു ബിറ്റ് പോലും കിട്ടിയില്ല. ആദില നൂറയെക്കുറിച്ചൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് അവരുടെയൊക്കെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ബിൻസി ഈ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരിക്കലും 100% ജെനുവിൻ അല്ല. ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ആൽബം ഓക്കെ ആയോ, എന്റെ ആൽബത്തിന് എത്ര വ്യൂ, ഇതൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങി സ്വന്തം കാര്യം നോക്കിയ ഒരു വ്യക്തി പറയുവാണെങ്കിൽ, വൺ ഓഫ് ദ പേഴ്സൺ പറയുവാണെങ്കിൽ രേണുസുതി കേട്ടോ. ലക്ഷ്മി എന്തായാലും മൂവ് ഓൺ ചെയ്യും, ഒരുപാട് ആൾക്കാർ മൂവ് ഓൺ ചെയ്യും. പക്ഷേ ബിഗ് ബോസിൽ കയറിയെന്നുള്ളത് കൊണ്ട് മാത്രം പോസിറ്റീവായി. പക്ഷേ എന്നെ ബിഗ് ബോസ് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്തില്ല. അവൾ എന്ത് കുന്തം നടന്നാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൊച്ചു ലോകമുണ്ട്, ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ നിന്ന ഒരു വ്യക്തി കേട്ടോ. ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത ഒരാളാണ് രേണു ചേച്ചി. ഹൗസിൽ കയറിയപ്പോഴും ആയിക്കോട്ടെ, അവിടെ എന്തൊക്കെ നടന്നാലും പുള്ളിക്കാരത്തിയെ ബാധിക്കുന്നില്ല. കാരണം പുള്ളിക്കാരത്തി അവിടെ എക്സ് കണ്ടസ്റ്റൻ്റ്, അവിടെ നിന്നപ്പോഴും പുള്ളിക്കാരത്തിയെ ബാധിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ പുള്ളിക്കാരത്തി അച്ചീവ് ചെയ്യാനുള്ള അങ്ങനത്തെ ഉള്ളവർക്കുണ്ടല്ലോ, ദൈവം കുറച്ച് വാരിക്കോരി കൊടുക്കും. അല്ല നേരെ മറിച്ച് പഴയ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോഴും മനസ്സിൽ ദുഷ്ടതയും കുശുമ്പും കൊണ്ട് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ശൈത്യ ബിൻസിയെ പോലുള്ളവർ.